എൻ്റെ മുമ്പിലിരുന്ന എല്ലാവരും പെൺകുട്ടികൾ ഉൾപ്പെടെ എഴുന്നേറ്റ് പോയി ഡാൻസ് ചെയ്യുക. ആ പടത്തിലെ ക്യാമറ നിന്നിട്ടില്ല എന്ന് പറയാം. ഇറ്റ്സ് ഓൾ മൂമെന്റ്സ്. ചോട്ടാ മുമ്പേ ആക്ച്വലി എന്താ പറയുന്നത്, സാറ് പറഞ്ഞൊരു റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പടമാണ് സാറ്. ഇതുപോലെ തല്ലിപ്പല്ലി പടങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയല്ലോ. നിങ്ങളുടെ ക്യാമറ വർക്ക് ഏറ്റവും ജീവിതത്തിൽ മോശമായ വർക്കാണ്. അത് കഴിഞ്ഞ് ഞാൻ ഡെസ്പായിരുന്നു 2 days. പിന്നെ പടം കയറി ക്ലിക്കായ ശേഷം ഐ വാസ് ഹാപ്പി. മണിയമ്പിള്ള രാജു ചേട്ടൻ ഭയങ്കര 100% കോപ്പറേറ്റീവ് ആയിട്ട് ഈക്വൽ റെസ്പെക്ട് കൊടുത്ത് പുള്ളി ആ ഫിലിമെ കൊണ്ടുപോയത്. വാസ്കോഡ ഗാമയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് റീൽസിൽ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ളത്. അത് അന്നും ഇന്നും ആ സോങ്ങിന് ഒരു ഫ്രഷ്നെസ് ഉണ്ട്. ചോട്ടാ മുംബൈയിലെ തലയുടെ പടമാണ്, മോഹൻലാൽ സാറിന്റെ പടമല്ല. വെൽക്കം ടു കൗമുദി മൂവീസ്. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് എന്ന് പറയുന്നത് സിനിമാറ്റോഗ്രാഫർ അഴകപ്പൻ സാറും എഡിറ്റർ ഡോൺ മാക് സാറുമാണ്. വെൽക്കം. നമസ്കാരം. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും കറന്റ് സോഷ്യൽ മീഡിയയിലെ ട്രെൻഡിങ് ഒക്കെ കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ രണ്ടുപേരുടെ ഒരു പടം ഇപ്പോൾ അങ്ങ് ഹിറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അഗൈൻ ഓൾറെഡി ഹിറ്റ് പടമാണ്, ബട്ട് സ്റ്റിൽ അത് ആൾക്കാരിലേക്ക് വൺസ് അഗെയിൻ എന്നുള്ള രീതിയിൽ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. 3 ദിവസം കൊണ്ട് 1 കോടിയിലധികം കളക്ഷൻ എന്നാണ് പറയപ്പെടുന്നത്. റീൽസിലൊക്കെ കണ്ടു കാണും ആൾക്കാരുടെ ആ ഒരു എൻജോയ്മെന്റും ആ ഒരു സന്തോഷവും ഒക്കെ. എന്താണ് രണ്ടുപേർക്കും ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്? ഞാൻ ഇന്നലെയാണ് ഫിലിം കണ്ടത്, കവിതയിലാണ് ഫിലിം കണ്ടു. തിയേറ്ററിൽ പോയി ഒന്നും കൂടെ എക്സ്പീരിയൻസ് ചെയ്തു. ഈ റീൽസിൽ വരുന്നത് എന്താണെന്നൊന്ന് റിയൽ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പോയതാണ്. പക്ഷെ അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ലൈഫിൽ. എനിക്ക് തോന്നുന്നത് ആ റിലീസായ ടൈമില്, അതിന്റെ ഒറിജിനൽ റിലീസ് ടൈമിൽ പോലും ഈ ഒരു ആൾക്കാരുടെ ഒരു മാസീവായിട്ടുള്ള റെസ്പോൺസ്. എക്സാമ്പിൾ പറഞ്ഞ ഇപ്പം എൻ്റെ മുമ്പിലിരുന്ന എല്ലാവരും പെൺകുട്ടികൾ ഉൾപ്പെടെ എഴുന്നേറ്റ് പോയി ഡാൻസ് ചെയ്യുമായിരുന്നു. അപ്പൊ അത് ഓരോ ഡയലോഗ്സും അവര് റിപ്പീറ്റ് പറയുന്നു. വരുന്നതിന് മുമ്പ് തന്നെ ആ ഡയലോഗ് പറയുന്നു. എല്ലാ സീനിനും ക്ലാപ്പ് ചെയ്യുന്നു. അപ്പൊ അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് അത് ഒരു 18 വർഷങ്ങൾക്ക് ശേഷം ഇത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമുക്കത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. സാർ കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ തിയേറ്ററിൽ പോയിട്ട്? ഫസ്റ്റ് ഷോയിലൊക്കെ കണ്ട്. അപ്പോൾ ഒരു ഫിയർ ഉണ്ടായിരുന്നു കാണുമ്പോൾ. കാരണം അന്ന് പടം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഫിയർ. എല്ലാ പടവും ഞാൻ ചെയ്ത പടങ്ങൾ ആദ്യത്തെ ഷോ പോകുമ്പോൾ ഭയങ്കര ഫിയർ ഉണ്ടാവും. ഞാനത് എൻ്റെ പടത്തെ ഞാൻ തിയേറ്ററിൽ ഇരുന്നാൽ ഓഡിയൻസിന് മുഖങ്ങളാണ് നോക്കുന്നത്. എൻ്റെ വർക്കുകൾ മിസ്റ്റേക്കാണ് കണ്ടുപിടിക്കുന്നത്. ഞാൻ മാക്സിമം ഐ ട്രൈ ടു ഫൈൻഡ് ഔട്ട് മൈ മിസ്റ്റേക്സ്. പക്ഷെ പടത്തിന്റെ റെസ്പോൺസ് എന്ന് പറയുന്നത് ചിലപ്പോൾ 2ാമത്തെ ദിവസം അല്ല 3ാമത്തെ ദിവസമായിരിക്കും അറിയുന്നത്. നന്നായിരുന്നു അല്ലെങ്കിൽ കുറച്ചുകൂടെ നന്നാവണമായിരുന്നു എന്നുള്ള ആൾക്കാരൊക്കെ പറയുന്നു. ഈ ചോട്ടാ മുംബൈ അന്ന് പോയപ്പോൾ അതിലൊരു ട്രെൻഡ്, നമ്മൾ വേറെ മേക്കിങ്ങിൽ ഒരു ട്രെൻഡ് ഉണ്ടാക്കിയതാണ്. കാരണം മലയാള സിനിമ ഒരു സ്റ്റൈൽ ഓഫ് മലയാള സിനിമ പോയിക്കൊണ്ടിരിക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഞാൻ ചെയ്തത് അതിൻ്റെ മുമ്പത്തെ പടം ഒരേ കടലാണ്. ഒരേ കടൽ ഭയങ്കര ക്ലാസിക് ഫിലിമാണ്. അതിനു മുമ്പ് മനസ്സിനക്കര, അതിനു മുമ്പ് കാഴ്ച, ഇങ്ങനെയൊക്കെ പടം വരുന്നത്. അപ്പം എൻ്റെ ഒരു കാറ്റഗറി ഒരു ഫാമിലി സബ്ജക്റ്റ് അല്ലെങ്കിൽ ക്ലാസിക് ഫിലിംസിലെ ആയിരിക്കും ഞാൻ ഒരു സ്റ്റാമ്പ് അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പാണ് രാജുവേട്ടനെ വിളിക്കുന്നത്, മണിയമ്പിള്ള രാജു. അദ്ദേഹം ഞങ്ങൾ ഒരുമിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചതാ, അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ. എൻ്റെ സീനിയർ ആയിരുന്നു. അപ്പം അങ്ങനെ ഒരു ഫാമിലി ആയിട്ടും നല്ല കണക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ രാജുവേട്ടൻ വിളിച്ചിട്ട് അഴകപ്പൻ നമുക്കൊരു പടം ചെയ്യാൻ പോകുന്നു, ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അഴകപ്പൻ ക്യാമറ ചെയ്യുന്നു. ഭയങ്കര ഹാപ്പിയായി. ഇങ്ങനെ ഒരു ഓഫർ വന്നപ്പം രാജേട്ടൻ്റെ കിട്ടും. അതിനു മുമ്പ് ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത ഒരു ഷോർട്ട് ഫിലിമിലെ പുള്ളി മെയിൻ ആക്ടറായിട്ട് ചെയ്ത് ഭയങ്കര അപ്രീഷിയേഷൻ കിട്ടിയ ഒരു വർക്കായിരുന്നു, ടെലിവിഷന് വേണ്ടി ചെയ്ത്. അത് കഴിഞ്ഞിട്ട് പല വർക്കുകളിൽ ഞാൻ സിനിമാട്ടോഗ്രാഫറാണ് പോയിട്ടുണ്ട്, അല്ലാതെ ഇപ്പോൾ ഡയറക്ടറായിട്ടോ പ്രൊഡ്യൂസറോ അങ്ങനെ കണക്ഷൻ. അപ്പോൾ ഇത് എൻ്റെ ഓൺ ഫിലിമാണ്, അപ്പം കൂടെ നിൽക്കുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. ആരെ ഡയറക്ടറും പറഞ്ഞു അൻവർ റഷീദ്. അന്ന് ക്ലിക്ക് മേക്കർ, ഭയങ്കര ഹിറ്റ് മേക്കറാണ്. ഫസ്റ്റ് പടം തന്നെ രാജമാണിക്യം എന്ന് പറയുന്ന പടം ഭയങ്കര എന്താ പറയുക, ഇന്നത്തെ ട്രെൻഡ് പറയുകയാണെങ്കിൽ വൈബ് ഉണ്ടാക്കിയ ഒരു പടമാണ്. സോ അങ്ങനെ നിൽക്കുന്ന ഒരു ഹൈ ലെവലിൽ നിൽക്കുന്ന ഒരു ഡയറക്ടർ. അപ്പോൾ ഞാൻ ഈ പടങ്ങളൊക്കെ ചെയ്തിട്ട് പോകുമ്പോൾ എനിക്ക് ഉള്ളിൽ പേടി, അൻവറിന്റെ സ്റ്റൈൽ എങ്ങനെയായിരിക്കും, വാട്ട് ഹി എക്സ്പെക്ട് ഫ്രം മീ. ഇത് ഒരു ക്ലാസിക്കൽ വേർഷനാണ് അല്ലെങ്കിൽ ഒരു ഫാമിലി സബ്ജക്റ്റാണ്. സത്യനന്ദിക്കാട്, ശ്യാമപ്രസാദ്, ഇങ്ങനെ ലാൽ ജോസ്, ഇവരുടെ കൂടെ ഒക്കെ ഞാൻ വർക്ക് ചെയ്ത് പോകുന്നില്ലേ. ഒരു ഉള്ളിൽ ഒരു കൺഫ്യൂഷൻസ് ഉണ്ട്. ഞാൻ പോയപ്പം സ്റ്റോറി അവതരിപ്പിച്ച് ബെന്നി പി നായരമ്പലം. അപ്പൊ രാജേട്ടൻ പറയുന്നത് ഞങ്ങള് മണിയമ്പിള്ള രാജു. ഓക്കെ. അപ്പൊ അദ്ദേഹം പോയി കഥ കേൾക്കാൻ പറഞ്ഞ് കഥ കേട്ട്
ആദ്യം കഥ കേട്ടിട്ട് എനിക്കൊരു പിടുത്തമില്ല, ഇത് എന്ത് ക്യാരക്ടേഴ്സാണ്, ഇതിൽ വരുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ എങ്ങനെയായിരിക്കും. ഭയങ്കര സ്ലാപ്സ്റ്റിക് ആയിട്ടുള്ള തോന്നുന്ന സ്ലാപ്സ്റ്റിക് കോമഡി ഒരുപാട് പടങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ മേക്കിംഗ് സ്റ്റൈൽ എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു കൺഫ്യൂഷൻസാണ്. എനിക്കെന്താ വ്യത്യാസം ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഞങ്ങൾ സംസാരിച്ചപ്പം ബെനിപ്പിൻ നായർ അമ്പലമായിരുന്നു സ്ക്രിപ്റ്റ് റൈഡിങ്. അപ്പോൾ അൻവർ റഷീദ് എന്നെ വിളിച്ചിട്ട് ചേട്ടാ ഇത് പൊളിക്കണം എന്ന് പറഞ്ഞ്. അപ്പം ഞാൻ പറഞ്ഞ ശരി പൊളിക്കാം, എങ്ങനെയാണ് മനസ്സിൽ എന്തുണ്ട് ചേട്ടാ, ഇത് ഫ്രീക്ക് ഔട്ട് ഫിലിമാണെന്ന് പറഞ്ഞു മാത്രം പറഞ്ഞ്. അങ്ങനെയാണ് നമ്മൾ തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് തുടങ്ങിയ ശേഷം ഓരോ ദിവസം വരുമ്പോൾ ഒരു ചാലഞ്ചിങ് ആയിരുന്നു, ഒരു ന്യൂ തിങ് നമ്മൾ ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ആ പടം മുന്നോട്ട് പോയത്. അപ്പം ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ സാറിന്റെ ഒരു മേക്കിംഗ് പറയുകയാണെന്നുണ്ടെങ്കിൽ സാറിന്റെ വർക്ക് സ്റ്റൈൽ പറയുന്നത് 2.5 മണിക്കൂർ മൂവിക്ക് 2.5 മിനിറ്റ് ട്രെയിലർ, അങ്ങനെ ഒരു ഇല്ലേ സാർ, അങ്ങനെ അത് നോട്ടീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പാറ്റേൺ അത് സാർ ഫോളോ ചെയ്യുന്നതാണോ? ഈ പടത്തിനും അങ്ങനെ തന്നെയാണോ സാർ ഫോളോ ചെയ്തേക്കുന്നത്? ഒരു 2.5 മണിക്കൂർ പടത്തിന് ഒരു 2.5 മിനിറ്റ് ട്രെയിലർ, ആൻഡ് ആ ട്രെയിലർ ആണെങ്കിൽ പോലും വളരെയധികം നോട്ടീസബിൾ ആയിരുന്നു. ഇപ്പോൾ സാർ അതിൽ ചെയ്തേക്കുന്ന ഒരു ഇൻട്രോ പാറ്റേൺ ആണെങ്കിലും വളരെയധികം ഡിഫറെൻ്റ് ആയിട്ടാണ്. ഞാൻ ആക്ച്വലി ഓരോന്നിലും കമൻസിലാണെങ്കിലും ഓരോരുത്തരും ഇങ്ങനെ ഷെയർ ചെയ്ത് തന്ന ഒരു വ്യൂ പോയിന്റ്സിലാണെങ്കിലും അങ്ങനെയാണ് പറയുന്നത്. സാറിൻ്റെ ഒരു ഇൻട്രോ സീനിനെ പറ്റിയിട്ട് ഭയങ്കര രീതിയിലുള്ളൊരു ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു, ലാലേട്ടന് ആ ഒരു ഹൈപ്പ് കൊടുത്ത് കാണിക്കുന്നതാണെങ്കിലും. സോ ആ ഒരു എക്സ്പീരിയൻസും ഈ ഒരു ട്രെയിലർ കട്ടിങ്ങിൻ്റെ ഒരു എക്സ്പീരിയൻസും കൂടെ ഒന്ന് പറയാമോ? ഇത് ചോട്ട മുമ്പേ ആക്ച്വലി എന്താ പറയുന്നത്, സാറ് പറഞ്ഞൊരു ഫ്രീക്ക് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പടമായിരുന്നു. അതിനകത്ത് ഒരുപാട് ഇൻസിഡൻസ് ഉണ്ട്. ഓരോ ഇൻസിഡൻസും നമുക്ക് എത്ര ആ പടം ഡിമാൻഡ് ചെയ്യുന്ന ഒരു സ്റ്റൈലിങ് വേണം എന്നുള്ളതായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തത് ആദ്യം. ഇപ്പം അന്നൂറുമായിട്ട് എഡിറ്റിന് ഇരിക്കുമ്പം നമ്മള് ഇവര് രാത്രിയിൽ ഷൂട്ട് ചെയ്യുന്നു. എനിക്കൊന്ന് മോസ്റ്റ്ലി സാർ നൈറ്റ് ഷൂട്ട് ആയിരുന്നു, നോൺ സ്റ്റോപ്പ് ഷൂട്ടിംഗ് ആയിരുന്നു ആ പടം. ഞാൻ അതിനടുത്ത് തന്നെ ഒരു എഡിറ്റ് ഷൂട്ടില് ഈ അതിന് മുമ്പത്തെ ഡെയിലീസ് ഇങ്ങനെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അങ്ങനെ പോകുന്നു. അപ്പോൾ നമ്മളിത് ഒരു ഗ്രാജുവലി അതിനൊരു സ്റ്റൈൽ ഉണ്ടാക്കുമായിരുന്നു അതിൽ വർക്ക് ചെയ്ത്. അപ്പം അൻവർ രാത്രി ചിലപ്പോൾ എഡിറ്റിന് വരും, ഷൂട്ട് കഴിഞ്ഞിട്ട് വരും. അപ്പം ഞങ്ങളിത് ഓരോ സോങ് ഒരു സെക്ഷൻ ഫിനിഷ് ചെയ്യും, ചേസ് ഒരു സെക്ഷൻ ഫിനിഷ് ചെയ്യും. അപ്പോൾ അത് എന്താ പറയുക, പടത്തിനൊരു അതിൻ്റെ നന്നായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫുട്ടേജസ് നല്ലായിരുന്നു. അതിന് നമുക്കത് ഒരു എഡിറ്ററിന് ആക്ച്വലി എപ്പോഴും വേണ്ടത് ഒരു ഫുട്ടേജസ് നന്നായിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനകത്തൊരു മാജിക് കാണിക്കാൻ പറ്റൂ. ഒരു ലിമിറ്റഡ് ഫുട്ടേജ് വെച്ച് നമുക്കൊരു ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് എല്ലാം നന്നായിരുന്നു. അതുപോലെ ആർട്ടിസ്റ്റുകൾ, അപ്പം ഇവരുടെ എല്ലാം പെർഫോമൻസ് അതൊന്ന് പിക്ക് ചെയ്യാന്ന് പറയുന്നത് വലിയൊരു ചലഞ്ചായിരുന്നു. കാരണം ഇത്രയും എല്ലാ ഷോട്ടിലും എല്ലാം ഏറ്റവും നല്ല മലയാളത്തിലെ ഇതേവരെയുള്ള ബെസ്റ്റ് ആക്ടേഴ്സാണ്. അപ്പോൾ അവരുടെ ഒരു റിയാക്ഷൻസ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു മൂമെന്റ് പോലും നമുക്ക് അത്രയും ടൈം എടുത്ത് ചെയ്യേണ്ട ഒരു വർക്കാണ്. അപ്പം അങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചർ ചെയ്തത്. നീ പറഞ്ഞ പോലെ ടൈം ലെങ്ത് അങ്ങനെ ട്രെയിലറിന് 2:30 പടം 2:30 അങ്ങനെ ഒരു തൊട്ട് വന്നിട്ടില്ല, അങ്ങനെ ഒന്നും വന്നിട്ടില്ല. അത് നമ്മൾ ഓരോ പടവും ഡിമാൻഡ് ചെയ്യുന്ന സ്റ്റൈലായിരിക്കുമല്ലോ നമുക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ പടം അങ്ങനത്തെ ഒരു എഡിറ്റ് സ്റ്റൈല് എന്താ പറയുക ഡിമാൻഡ് ചെയ്യുന്നതായിരുന്നു. അപ്പോൾ അത് ഡയറക്ടർക്കും കൺവിൻസ് ആയി, ബാക്കി എല്ലാവർക്കും ഓക്കെ. അങ്ങനെയാണ് നമ്മൾ അതിലേക്ക് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു കണക്ഷൻ കാണുമല്ലോ, അതായത് വർക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു സിനിമാറ്റോഗ്രാഫർ കൊടുക്കുന്ന ഒരു സാധനത്തിൽ നിന്നാണ് സാർ അതിൽ നിന്ന് ഒരു ഔട്ട് എടുക്കുക. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഒരു റാപ്പോർട്ട് എങ്ങനെയാണ്? അതായത് ഞാൻ ഡോണ് പരിചയപ്പെടുന്നത് ഞാൻ ഒരു ആഡ് ഡയറക്റ്റ് ചെയ്യുന്ന ഫാസിൽ സാറുടെ സ്വന്തം കമ്പനി ഉണ്ടായിരുന്നു, റെയിൻബോ എന്ന് പറഞ്ഞിട്ട് ഒരു ബോട്ട് ടൂറിസം. അപ്പൊ അതിന് ഒരു ആഡ് ഫിലിം, അന്ന് ഞാൻ ഒരുപാട് ആഡ് ഫിലിംസ് ചെയ്യുന്നതാണ്. ഇപ്പൊ ട്രിവാൻഡ്രത്തിലെ മാത്രമല്ല കേരളത്തിലുള്ള എല്ലാ ടോപ്പ് ഫേമസ് ആഡ് ഫിലിമിന്റെ ക്യാമറമാനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ചില സ്റ്റോറീസ് എൻ്റെ കോൺസെപ്റ്റ് കൊടുക്കും. മനോരമ അങ്ങനെയൊക്കെ പല ചാനലിനെയും അവരുടെ കോൺസെപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് അവർ അക്സെപ്റ്റ് ചെയ്തിട്ട് അത് സ്റ്റോറിയാണ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്ഥാപനം കേരള കൗമുദി ഇരുന്നപ്പോൾ ഇവിടത്തേക്ക് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ചില കോൺസെപ്റ്റ് കൊടുക്കും, ഇങ്ങനെ ഒരു കോൺസെപ്റ്റിൽ ചെയ്താൽ മതി എന്ന്. അപ്പം അത് അവർ സ്ക്രിപ്റ്റിംഗ് ആക്കി എനിക്ക് തരും, ഞാൻ തന്നെ ഷൂട്ട് ചെയ്യും. അപ്പം ഞാൻ ഈ ഇൻ്റർനാഷണൽ ടൂറിസത്തിന് വേണ്ടി ഒരു ബ്രോഷർ, ആ വീഡിയോ ബ്രോഷർ പറഞ്ഞ് 7-8 മിനിറ്റ്സിൻ്റെ അതൊരു ഫിലിം ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാൻ ഫാസിൽ സാറിൻ്റെ ഒരു ത്രെഡ് അയച്ചു, ഒരു കണ്ടന്റ് അയച്ചു, ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ജയറാമാണ് ആക്ടർ, ജയറാമാണ് എന്നെ വിളിച്ച് ബന്ധപ്പെടുത്തിയത്. അങ്ങനെ ഞാൻ ഫാസിൽ സാറെ കാണാൻ പോയി. വീട്ടിൽ പോയി സ്ക്രിപ്റ്റ് എല്ലാം കൊടുത്ത് വായിച്ച് കേൾപ്പിച്ചു. അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഞാൻ ക്യാമറ ചെയ്യാം സാർ.
ഇത് ഞാനല്ല ഡയറക്റ്റ് ചെയ്യേണ്ടത്, നിങ്ങളാണ്. അപ്പോൾ ഞാൻ ഷോക്കായി. ഞാനല്ല സാർ, ഫാസിൽ സാറെ പോലെ ഒരു വലിയ ഡയറക്ടറുടെ മുമ്പ് ഞാൻ പുള്ളിയുടെ കമ്പനിക്ക് വേണ്ടി എനിക്ക് ഡയറക്റ്റ് ചെയ്യാനുള്ള ധൈര്യമില്ല. ആ സമയത്തിലാണ് എല്ലാവരും എന്നെ കോൺഫിഡൻ്റ് ആയിട്ട് പറഞ്ഞു അഴകപ്പന്ന ഡയറക്ടർ. അങ്ങനെ ഞാൻ ബ്രോഷർ, ഇത് വീഡിയോ ബ്രോഷർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഫിലിം പോലെ ഉണ്ടാക്കുന്ന ഒരു ആഡായിരുന്നു, 7 minutes പ്രൊമോഷണൽ ഫിലിം വോട്ടെവർ, ഇന്റർനാഷണൽ ടൂറിസത്തിന് വേണ്ടി. അതിൻ്റെ എഡിറ്റിംഗ് ആർച്ച് ചെയ്യാന്ന് പറയുമ്പോൾ സംബടി ടോൾ മീ ദ ഡോൺ മാക്സ് എന്നൊരു എഡിറ്റർ വന്നിട്ട് ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ട് എഡിറ്റിംഗ് എന്നൊരു ചെയ്യുന്ന ആളാണ്. അതിപ്പോൾ വെച്ച് ട്രൈ ചെയ്ത് പറയുന്നത്. അപ്പോൾ എനിക്ക് വലിയ പരിചയമില്ല. അപ്പം മീറ്റ് ചെയ്യാൻ പറഞ്ഞു. അവിടെ വെച്ചാണ് ഡോണ് ഇത്. പിന്നെ ആ ഡോണിൻ്റെ ക്രിയേറ്റീവിലാണ് അത് എന്തോ ഒരു മാജിക് ഉണ്ടായി ഔട്ട് വന്നപ്പോൾ. അപ്പോൾ ഞാൻ റാൻഡമായിട്ട് ഷൂട്ട് ചെയ്തിരിക്കുക. ടൂറിസത്തിൽ പോകുന്ന എല്ലാവരും ഷൂട്ട് ചെയ്യുന്ന പോലെ കുറേ നല്ല വിഷ്വൽസ് എടുത്ത് അതൊരു പാറ്റേൺ ഉണ്ടാക്കി ആ ഇൻ്റർനാഷണൽ ലെവലിൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന പോലെ കൊടുത്തു. അത് കൊച്ചിയിൽ വെച്ചാണ് അതിൻ്റെ കോമ്പറ്റീഷൻ നടന്നത്. കുറേ പല കൺട്രിയുടെ കോമ്പറ്റീഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ജയറാം രാത്രി 10 മണിക്ക് എന്നെ വിളിക്കുന്നത്, അഴകപ്പ കൺഗ്രാജുലേഷൻ, നമ്മുടെ ആഡാണ് നമ്പർ 1 സെലക്ട് ആയിരിക്കും, ബെസ്റ്റ് ആഡ് ഓഫ് ദ ഇയർ എന്ന്. അപ്പോൾ ഐ വാസ് ഹാപ്പി. കാരണം അതിൻ്റെ ഫിലിം ഇസ് ബോൺ ആണ് എഡിറ്റിംഗ് ടേബിളിന് ഒരു ഫ്രേസ് ഉണ്ട്. നമ്മൾ ഒരുപാട് ഷൂട്ട് ചെയ്യും, അതിൻ്റെ ജീവൻ കിട്ടുന്ന, ജീവൻ സ്ക്രിപ്റ്റ് ഉണ്ടാകുമ്പോൾ ഒരു ജീവൻ കിട്ടുന്നു, ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു അഗൈൻ ലൈഫ് കിട്ടുന്നു. ഇങ്ങനെ കിട്ടി ഫുൾ രൂപത്തിൽ വന്നിട്ട് അതിൻ്റെ ഷേപ്പ് ഉണ്ടായിട്ട് അതിൻ്റെ ഫുൾ പൾസൊക്കെ ശരിയായിട്ട് ഫുൾ ഫോമിൽ വരുന്നത് ഒരു ലൈഫ് കിട്ടുന്ന എഡിറ്റിംഗ് ടേബിളാണ്. അതാ ആ ഫ്രേസ് പറയുന്നത്. ഡോൺ മാക്സ് അപ്പം ഫേമസ് ആയി. ഇവിടെ ഷാജി കൈലാസ് അങ്ങനെ വലിയൊരു ഫേമസ് ഡയറക്ടേഴ്സ് കൂടെ ഒക്കെ വർക്ക് ചെയ്യുന്നത്. പുള്ളിയുടെ ഒരു സ്റ്റൈൽ ഓഫ് വർക്കിംഗ് എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ തുടങ്ങി. ഒരു ന്യൂ വേവ് എഡിറ്റിംഗ് എന്ന് പറയില്ലേ, ന്യൂ വേവ് സിനിമ എന്ന് പറയുന്ന പോലെ. അപ്പോൾ അൻവർ പറഞ്ഞ് ഡോണാണ് ഇത് എഡിറ്റ് ചെയ്യുന്ന അഴകപ്പച്ചേട്ടാൻ. ഞാൻ പറഞ്ഞു നമ്മൾ രക്ഷപ്പെട്ടു, നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ട് വരത്തില്ല പുറത്തവരില്ലെന്ന്. അങ്ങനെ ഞാൻ തമാശയായിട്ട് പറഞ്ഞു, ഇല്ല ചേട്ടാ നമുക്ക് നോക്കാൻ. ഫസ്റ്റ് ഒരു കട്ടിങ് വന്ന് ട്രെയിലർ കാണിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇതൊരു എനർജി കിട്ടി. ഓക്കെ, നമ്മുടെ വീട് ഫിലിം എവിടെയും ഉണ്ടാവും എന്ന്. കാരണം അതുവരെ അറിയില്ല ഇങ്ങനെ ഒരു കോമഡി വർക്കൗട്ട് ആവുമോ, അല്ലെങ്കിൽ മേക്കിംഗ് വന്നിട്ട് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ക്യാമറ വന്ന് ആ പടത്തിലെ ക്യാമറ നിന്നിട്ടില്ല എന്ന് പറയാം. ഇറ്റ്സ് ഓൾ മൂമെന്റ്സ് ആണ് ത്രൂ ഔട്ട്. ഈ ഒരു എന്താ പറയുക, ഒരു ആളെ പാക്ക് ചെയ്ത് കാൻഡിറ്റ് പോലെ തന്നെ എല്ലാം ക്യാപ്ചർ ചെയ്ത്. അപ്പം സിഗ്സാക് മൂവ്മെന്റ് ആണ് ഉപയോഗിച്ചത്. അതെന്താണെങ്കിൽ നമ്മൾ നോർമൽ ചെന്നൈയിലൊക്കെ ഉപയോഗിക്കുമ്പോൾ ബോംബെ ചെന്നൈയിലൊക്കെ അങ്ങനെ ഒരു 1-2 ഷോട്ടുകൾ മാത്രമേ ഉണ്ടാവും സിനിമയിൽ. ഒരു ഇങ്ങനെ ഒരു ഡച്ച് ആംഗിൾ, ഇങ്ങനെ വന്ന് ലെഫ്റ്റ് റൈറ്റ് ഇങ്ങനെ ക്യാമറ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കാം. വെരി ടഫാണ് ഓപ്പറേറ്റ് ചെയ്യാൻ. അത് ഡച്ച് ഹെഡ് എന്ന് പറയുന്ന ഒരു ഹെഡ് വെച്ചാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ബഡ്ജറ്റ് അത്ര ഇല്ലാത്തത് കൊണ്ട് ഡെയിലി എടുക്കുകയാണെങ്കിൽ 3000-4000 റുപ്യ പെർ ഡേ വേണം. അന്ന് അത്ര കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഈ ടെമ്പോ ട്രാവലിൻ്റെ ഗ്രീസ് എടുത്തിട്ട് വന്നിട്ട് ആ മറ്റേ നമ്മുടെ ബേസ് വയ്ക്കുന്ന സ്ഥലത്തിൽ ആ ഹെഡിൻ്റെ വയ്ക്കുന്ന സ്ഥലത്തിൽ ഇടും. ഗ്രീസ് തേച്ചിട്ട് ആ ഫ്രിക്ഷനിൽ മൊത്തം ഓപ്പറേറ്റ് ചെയ്ത് വിത്ത് സൂം വിത്ത് ട്രോളി മൾട്ടി ഓപ്പറേഷനാണ് ആ ക്യാമറ. എവിടെയും നിന്നിട്ടില്ല ക്യാമറ. ശരിക്കും വട്ടായിപ്പോയിന്ന് പറയില്ല, അതുപോലെയാണ് നമ്മൾ. അപ്പം വെളിയിൽ നിന്ന് കാണുന്നവരൊക്കെ അന്ന് മോണിറ്റർ സിസ്റ്റമൊക്കെ വളരെ വീക്കാണ്. ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് കാണുന്ന ഇമേജ് കിട്ടത്തില്ല. അപ്പം മാത്രമല്ല ഫിലിമിൻ്റെയാണ് ഷൂട്ട് ചെയ്യുന്നത്. സോ യു കനോട്ട് ഷൂട്ട് ലിബറലി. ലിബറൽ അധികം എടുക്കാൻ പറ്റില്ല. ഒരു റേഷ്യോ വെച്ചിരിക്കുക, 1:2 അല്ല 1:3 റേഷ്യോ. ആ റേഷ്യോയിലൂടെ ഫിലിം ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഒരു 50,000 ഫുട്ടേജ് ആണെങ്കിൽ ആ 50,000 ഫീറ്റിൽ തന്നെ നിർത്തണം പടം. ഒരു ഫീറ്റ് പോയാലും പ്രൊഡ്യൂസർ ബേർഡൻ ആവും. സോ അതുകൊണ്ട് ആ കോൺഷ്യസ്നെസ് ഉണ്ടായിരുന്നു. പിന്നെ ടൈം ഫാക്ടർ ഉണ്ട്. ഇന്നാണെങ്കിൽ ആ പടം ചെയ്യാൻ 100 ദിവസം ആവുമെന്ന് എനിക്ക് തോന്നുന്നു. ഈ മേ ബി നോയിങ് ബെറ്റർ. കാരണം അത്രയ്ക്ക് ഫുട്ടേജാണ്. ടേബിൾ മൊത്തം, എഡിറ്റിംഗ് ടേബിൾ മൊത്തം റോസ്റ്റാക്ക് ഫിലിമാണ്. ഒന്നൊന്ന് എടുത്ത് ചെക്ക് ചെയ്തിട്ട്, ഡിജിറ്റൽ അല്ല. സോ വെരി ടഫ് ടു ടേക്ക് എ എഡിറ്റർ ഹാൻഡിൽ എടുത്തിട്ട് ഓരോ ഫ്രെയിം ജഡ്ജ് ചെയ്യുന്നത്, ഓരോ ഫ്രെയിം ഷാർപ്പാക്കി കട്ട് ചെയ്യുന്നത്. ഇവിടെ ഡിജിറ്റലിൽ യു കൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് യു കൻ പിടിക്കാൻ പറ്റും എഡിറ്റിങ്ങിൽ. മറ്റേതൊന്ന് മൈൻഡ് കാൽക്കുലേഷൻ ഭയങ്കര സ്ട്രോങ് ആണ്. ആ ടൈമിലാണ് ഇത് എഡിറ്റ് ചെയ്ത് പടം വന്ന് ഫസ്റ്റ് കോപ്പി കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരു പേടി ഉണ്ടായിരുന്നു. എൻ്റെ പല വർക്കുകളും കമ്പയർ ചെയ്തിട്ട് എൻ്റെ പേര് ചീത്തയായി പോവോ എന്നൊരു പേടിയാണ്. കാരണം ഞാൻ നശിപ്പിച്ചു എന്ന്. അപ്പോൾ ഒരു ലൈവ് പ്രോഗ്രാം ചെയ്യുമ്പോൾ ഈ പ്രൊമോഷന് വേണ്ടി അന്ന് ഞാൻ പോയിരുന്നു ഒരു ചാനലിൽ സംസാരിച്ചിരിക്കുമ്പോൾ ദുബായിൽ നിന്ന് ഒരാൾ വിളിച്ചു, ചേട്ടൻ ഭയങ്കര ഫാനാണ്, അതാണ് ഇതാണ് എന്നെ പൊക്കി ഭയങ്കരമായിട്ട് പറഞ്ഞു. ഞാൻ ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ ലൈവാണ്, ഇറ്റ് വാസ് ലൈവ് ടെലികാസ്റ്റാണ്.
എന്നിട്ട് പുള്ളി പറഞ്ഞ സാറ് ഇതുപോലെ തല്ലിപ്പുള്ളി പടങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയല്ലോ നിങ്ങളുടെ ക്യാമറ വർക്ക് ഏറ്റവും ജീവിതത്തിൽ മോശമായ വർക്കാണ്. 4ാമത്തെ ദിവസമാണ് പറയുന്നത്. ഞാൻ അവിടെ സ്റ്റക്കായിപ്പോയി. ലൈവ് ആയതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അതിൻ്റെ പാനലിലിരുന്നവർ ഓഡിയോ എന്തോ കട്ട് ചെയ്ത് മാനേജ് ചെയ്ത് വിട്ടു. അത് കഴിഞ്ഞ് ഞാൻ ഡെസ്പായിരുന്നു 2 days. പിന്നെ പടം കയറി ക്ലിക്കായ ശേഷം ഹാപ്പി. ഓഡിയൻസിന്റെ റെസ്പോൺസ് പക്ഷെ അതിന് 10 ഇരട്ടി റെസ്പോൺസാണ്, 10 ഇരട്ടിയില്ല 100 ഇരട്ടി റെസ്പോൺസാണ് ഇപ്പൊ കിട്ടുന്നത്. സാറിൻ്റെയും സെയിം ഒരു എക്സ്പീരിയൻസ് എനിക്ക് അറിയണമായിരുന്നു. കാരണം ഓൾറെഡി ഒരു ഫ്രെയിം ഒരാൾ സാറിന് തരുവാണ്, അപ്പോൾ സാർ അതിൽ നിന്നാണ് ഒരു ഔട്ട് മേക്ക് ചെയ്യുന്നത്. സോ ആ ഒരു ഫ്രെയിം കാണുമ്പോൾ ഫസ്റ്റ് സാറിന് ഒരു മൈൻഡിൽ ഒരു ജഡ്ജ്മെൻറ്റ് കാണുമല്ലോ, അപ്പോൾ എനിക്ക് വേണ്ടത് ഇതൊക്കെയാണെന്നുള്ളത്. അത് ഛോട്ടാ മുംബൈയിൽ സാറിൻ്റെ ഒരു ഫ്രെയിംസ് കാണുമ്പോൾ സാറിന് എങ്ങനെയായിരുന്നു തോന്നിയിരുന്നത്? സാർ ഫസ്റ്റ് അത് എൻജോയ് ചെയ്തിട്ടാണോ അതിൻ്റെ ഒരു കാൽക്കുലേഷൻ സാർ എടുക്കുന്നത്, അതോ അല്ലെങ്കിൽ സാറിൻ്റെ ഡയറക്ടറിൻ്റെ അല്ലെങ്കിൽ മറ്റുള്ള ടീം മെമ്പേഴ്സായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ഡിസ്കഷൻ, അതിൻ്റെ എല്ലാം ഒരു ഔട്ടായിരുന്നോ ഈ ഒരു പടത്തിൻ്റെ ഓവറോൾ എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും ഒരു ടീം വർക്ക് ആയിരുന്നു ഛോട്ടാ മുംബൈ എന്ന് പറയുന്നത്. ഇപ്പൊ എനിക്ക് തന്നെ ഒരു ഡിസിഷൻ എടുക്കുന്നതിനേക്കാളും അൻവർ വൺ ഓഫ് ദി ബെസ്റ്റ് ഡയറക്ടറാണ്. എനിക്കൊന്ന് ഇപ്പം ഇന്ത്യയിലെ തന്നെ ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് ഡയറക്ടറാണ്. അദ്ദേഹത്തിന്റെ വ്യക്തമായ ക്ലാരിറ്റി ഉണ്ട് എന്ത് വേണം എന്ത് വേണ്ട എന്നുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഫ്രീഡം തരുന്ന ഒരാളാണ്. നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ ചെയ്യും. അത് വർക്കാകുവാണെങ്കിൽ പുള്ളി ഹാപ്പിയാണ്, അല്ലെങ്കിൽ പറയുമ്പോൾ ഒരു വർക്കായാലും നമുക്ക് വേറെ പിടിക്കാം. അങ്ങനെ അത്രയും ഞങ്ങളൊരു എന്താ ഹെൽത്തി ഡിസ്കഷനിലൂടെ ആണ് അതിന്റെ എഡിറ്റ് പോകുന്നത്. അപ്പം അൻവറുമായിട്ട് വർക്ക് ചെയ്യാൻ ഭയങ്കര സുഖമാണ്. ഞാൻ നമ്മള് അണ്ണൻ തമ്മി എന്ന് പറഞ്ഞ ഫിലിമോടെ ഞാൻ അത് കഴിഞ്ഞ് വർക്ക് ചെയ്തിരുന്നു. അപ്പൊ ഈ ഇതിന്റെ ടൈമില് ഇപ്പൊ എഡിറ്റില് നമ്മള് ഈ സാറിന്റെ ഈ പറഞ്ഞ പോലെ ഒരുപാട് ഓപ്പറേഷൻസും ഒരുപാട് നമ്പർ ഓഫ് ഷോട്ട്സുകളും ഉള്ളൊരു മേക്കിംഗ് ആയിരുന്നു. ഇപ്പം ഈ ഡിജിറ്റൽ ആയപ്പോൾ നമുക്ക് കുറച്ചും കൂടെ എന്താ പറയുന്നത് ഫിലിം മേക്കിംഗ് കുറച്ചും കൂടി ഈസിയാണ്. സാർ പറഞ്ഞാൽ നമ്മൾ ഫിലിമിലാണ് ഷൂട്ട് ചെയ്യുന്നത്, അപ്പൊ അതിൻ്റെതായ ഒരു കാൽക്കുലേറ്റീവ് ആയിരിക്കണം. പിന്നെ അതിന്റെ ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് ഒരു ഷോട്ട് സ്പീഡ് ചെയ്താലോ അല്ലെങ്കിൽ അതിനകത്തൊരു എഫക്ട് ചെയ്താലോ അത് നമുക്ക് ഇപ്പം അത് ഫ്രീ ആയിട്ട് നമുക്ക് മീൻസ് നമുക്ക് ഡിജിറ്റലി ചെയ്യാൻ പറ്റും. അന്നത് പേ ചെയ്യണം, അതിന് VFX പോകണം, അതിന് കോസ്റ്റ് ആവും. നമുക്ക് ഒരു തമിഴ് ഫിലിംസ് ചെയ്യുന്ന ഒരു ബഡ്ജറ്റ് ആ ടൈമിൽ മലയാളത്തിൽ ഇല്ല, ഒരു പർട്ടിക്കുലർ ബഡ്ജറ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതിനെ ക്രോസ് ചെയ്യരുത്. അപ്പൊ നമുക്ക് അതിൽ എന്നാൽ ഈ പടം ഇങ്ങനത്തെ എഫക്ട്സുകൾ ഡിമാൻഡ് ചെയ്യുന്ന പടമാണ്. അപ്പൊ അതൊരു അങ്ങനത്തെ കുറച്ച് റെസ്ട്രിക്ഷൻസ് നമുക്കുണ്ട് ആ ഫിലിമിൽ. നമുക്ക് പ്രൊഡ്യൂസറിന്റെ സൈഡിൽ നമുക്ക് നോക്കണം, എല്ലാ ടെക്നിക്കലി നമുക്ക് റിലീസ്. മണിയമ്പിള്ള രാജ് ചേട്ടൻ ഭയങ്കര 100% കോപ്പറേറ്റീവ് ആയിട്ട് എവറി മിനിറ്റ് വന്നിട്ട് അഴവൻ ടയർഡായോ, ഞങ്ങൾ നൈറ്റൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും ജ്യൂസ് കൊടുക്കൂ അത് കൊടുക്കൂ, ഈ ടേക്കിംഗ് എല്ലാം ലൈറ്റിലായിരുന്ന അസിസ്റ്റൻ്റ് ആണെങ്കിലും ഫ്ലോർ അസിസ്റ്റൻ്റ് ആയിരുന്നു. ഈക്വൽ റെസ്പെക്ട് കൊടുത്ത് പുള്ളി ആ ഫിലിമെ കൊണ്ടുപോയതാണ്. അതൊരു ഭയങ്കര എനർജിയാണ്. ഒരു പ്രൊഡ്യൂസറുടെ കോൺട്രിബ്യൂഷൻ ഫുൾ ടൈം പുള്ളി ലൊക്കേഷനിൽ ഉണ്ടാവും. ഫുഡ് കഴിക്കുമ്പോൾ ഓരോ പ്ലേറ്റാ പോയി നോക്കും. എല്ലാവർക്കും മോഹൻലാലിന് കിട്ടുന്ന ഫുഡ് തന്നെ അഴകപ്പന് കിട്ടുന്നതാണ് ലൈറ്റിലുള്ള അസിസ്റ്റൻസ് കിട്ടുന്നതെന്ന് പുള്ളി ചെക്ക് ചെയ്യും. എവിടെയെങ്കിലും ഒരു ഫാൾസ് ഉണ്ടായാൽ പുള്ളി വിടത്തില്ല. പുള്ളി അത് ഈക്വൽ ട്രീറ്റ്മെന്റ് കൊണ്ടുപോയപ്പം ഒറ്റ എനർജി കിട്ടി എല്ലാവർക്കും ആ പടത്തിൽ. അതില് ഇതാണ് അതന്നെ രാജ് സാർ ഈ പറഞ്ഞ പോലെ നമുക്ക് ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു ഈ പറഞ്ഞ ഇതിലാണ്ട്. അപ്പൊ നമുക്കിത് എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ ഇങ്ങനത്തെ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. നമ്മൾ ഈ ഇത്രയും എഫക്ട്സുകൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു വളരെ ഷോർട്ട് ടൈമിലാണ് നമ്മൾ റിലീസ് ഓൾമോസ്റ്റ് അടുത്തായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഈ വർക്ക്സ് ഈ എഫക്ട്സും കാര്യങ്ങളും എല്ലാം ചെയ്യാനായിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം ഒരു എന്താ പറയുന്ന ഒരു കുറച്ച് നമ്മൾ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വന്നു ആ ടൈമിൽ. കാരണം നമുക്ക് ഒരു വർക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് മലയാളത്തിൽ ഇപ്പോൾ ഒരു ഫിലിം ചെയ്യാൻ നമുക്ക് കൊച്ചിയിൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ട്രിവാൻഡ്രത്ത് ചെയ്യാൻ പറ്റും. അതിന്റെ ബാക്കിയുള്ള പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ അന്ന് നമുക്ക് ചെന്നൈയിൽ പോകണം, അല്ലെങ്കിൽ ബോംബെ, ഇത് മാത്രമേ ഓപ്ഷനുള്ളൂ. അത് അവിടെ പോയി നമ്മളത് അതിന്റെ വർക്കുകൾ കൊടുക്കണം, അത് ഫോളോ അപ്പ് ചെയ്യണം. അങ്ങനത്തെ ഒരു വലിയൊരു പ്രോസസ്സായിരുന്നു. പക്ഷേ ഈ ഒരു പടത്തില് VFX അല്ലെങ്കിൽ CG എന്ന് പറയുന്ന അത് ബിലീവ് ചെയ്തിട്ടേ ഇല്ല. ഇന്ന് ഏത് ഫിലിം എടുത്താലും ഒരു VFX ഉണ്ട്. നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ അത് കുഴപ്പമില്ല, നമുക്ക് മറ്റേ VFX ചെയ്യാൻ VFXന് കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൽ പോയിട്ട് നമുക്ക് അത് എറേസ് ചെയ്യാം അല്ലെങ്കിൽ ആഡ് ചെയ്യാന്നൊക്കെ പറയുന്ന ഒരു വേർഡ്സ് ഇല്ലേ. ഇപ്പൊ ഈസിയാണ് ഫിലിം മേക്കേഴ്സിന്റെ വായിലിരുന്ന് വരുന്നത്, ലൊക്കേഷനിൽ വരുന്നത്. അത് കുഴപ്പമില്ല, നമ്മൾ പോസ്റ്റിൽ ചെയ്യാൻ, പോസ്റ്റ് പ്രൊഡക്ഷനിൽ കറക്റ്റ് ചെയ്യാൻ. അതില്ല അന്ന്. സോ മൈൻഡ് എഡിറ്റിംഗ് ഉണ്ടായിരുന്ന ഒരാളാണ് അൻവർ റഷീദ്. സ്മാർട്ടിലെ പുള്ളിക്കറിയാം എവിടെ കട്ടാണ്, എവിടെ അടുത്ത ഷോട്ട് തുടങ്ങും. ഫ്രെയിം പോലും അതുകൊണ്ടാണ് ഓവർ ഷൂട്ട് ചെയ്തില്ല.
അതിൽ ആക്ഷൻ സീക്വൻസ് ആണെങ്കിലും ചേസ് ആണെങ്കിലും എല്ലാം ഓൾമോസ്റ്റ് എല്ലാം തന്നെ ലൈവാണ്. ഇപ്പം അല്ല കുറെ റിസ്കി ഷോട്ട്സുകളുണ്ട്, അതൊക്കെ സാർ എടുത്തിരിക്കാൻ നമ്മളിപ്പോ കഴിഞ്ഞ ദിവസം കണ്ടപ്പോഴാണ് നമ്മൾ അതിന്റെ ഒരു എന്താ പറയുന്ന ഒരു വലിപ്പം മനസ്സിലാകുന്നത്. അതേപോലെ ഇപ്പോൾ ഒരു പടം റിലീസ് ചെയ്യുമ്പോൾ ഇപ്പം 2 കാലഘട്ടത്തിലും ഹിറ്റായിട്ടുള്ള ഒരു പടമാണ്. നിങ്ങൾ അതിന്റെ ബാക്ക് സ്റ്റേജിൽ ഫേസ് ചെയ്തിട്ടുള്ള ഒത്തിരി ചലഞ്ചസ് കാണും. സാറാണെങ്കിലും ലൈവായിട്ട് അത് ചെയ്തിട്ടുള്ള ഒരാളാണ്, സാറാണെങ്കിൽ അതിൻ്റെ ഔട്ട് പ്രിപ്പയർ ചെയ്യുമ്പോഴാണെങ്കിൽ പോലും രണ്ടുപേർക്കും ഈക്വലി നിങ്ങളുടേതായിട്ടുള്ള ചാലഞ്ചസ് ഉണ്ടായിരിക്കും. പക്ഷെ ആൾക്കാരിലേക്ക് ചാലഞ്ചസ് എന്ന് പറയുന്ന ഒരു സൈഡ് വരുന്നില്ല. എനിക്ക് തോന്നുന്നു നമ്മളൊരു കാര്യത്തിൻ്റെ ഒരു പോസിറ്റീവ് വശം വരുന്ന പോലെ നമ്മൾ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസും അതിൻ്റെ ടെക്നീഷ്യൻസിൻ്റെ ഏറ്റവും കൂടുതൽ, ഇപ്പോൾ ആർട്ടിസ്റ്റിന് ഇല്ലെന്നല്ല, ബട്ട് ഞാൻ വിശ്വസിക്കുന്നു ടെക്നിക്കൽ സൈഡ് എന്ന് പറയുന്നത് ആൾക്കാർക്ക് അത്ര അവെയർ ആവണം എന്നില്ല അല്ലേ. നമ്മൾ മെയിനായിട്ട് നോക്കുക ഇത്രയും വലിയൊരു സ്റ്റാർ വാല്യൂ ഉള്ള ഒരു പടമാണ്. ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഉണ്ട് ഒബ്വിയസ്ലി, അപ്പോൾ അവരുടെ എഫേർട്ട് ഒബ്വിയസ്ലി ഉണ്ട്. പക്ഷെ ഒരു ടെക്നിക്കൽ സൈഡിൽ വരുന്ന ഒരു നോളജ് ആകട്ടെ അത് നമ്മളിൽ പലർക്കും അറിയണം എന്നില്ല. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഉള്ളവരായിരിക്കാം അത് കൂടുതലും ഡീപ്പ് വേയിൽ പോവുക. പക്ഷെ നിങ്ങളുടെ ചാലഞ്ചസ് എന്ന് പറയുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. നമുക്ക് ഊഹിക്കാവുന്നതിൽ നിന്നും അപ്പുറമായിരിക്കും സാറിൻ്റെ ആണെങ്കിലും വരിക. അപ്പം നിങ്ങളുടെ രണ്ടുപേരുടെയും ആ ഒരു ചാലഞ്ചസ് ഇപ്പം മെയിൻലി ഛോട്ടാ മുംബൈയുടെ നമുക്ക് ഫോക്കസ് ചെയ്ത് പറയാം. എത്രത്തോളം ഉണ്ടായിരുന്നു സാറിൻ്റെ ചലഞ്ചസ്? ഇതില് ഒരു ഔട്ട്പുട്ട് കിട്ടി എഡിറ്റിങ്ങിന് വന്ന് സ്ക്രീൻ പ്രസൻസിൽ വരുമ്പോൾ വരെ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. ശരിക്കും ഉറക്കമില്ല എന്ന് പറയാം. കാരണം ഞാൻ ചെയ്തതിൽ വളരെ ഡിഫറെൻറ്റ് ക്യാമറ മൂവ്മെൻറ്റ്സ് ആണ്. അതിനി ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിലെ ക്യാമറ മൂവ്മെൻറ്റ്സ് ബാക്കി ഫിലിമിൽ ഉപയോഗിക്കുന്നത് ഞാൻ അന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഇതേപ്പറ്റിയേ സംസാരിച്ചില്ല, കാരണം പേടിയായിരുന്നു. ഇന്ന് തിയേറ്ററിൽ പോയിട്ട് ഓഡിയൻസ് കൂടെ ഫസ്റ്റ് ഷോ കണ്ടപ്പോൾ കിട്ടിയ എനർജിയാണ് ഇന്നിപ്പോൾ സംസാരിക്കാൻ എനർജി കിട്ടിയത്. അപ്പോൾ ഓരോരാൾ അതെങ്ങനെ എടുത്തു ഇതെങ്ങനെ എടുത്തു എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴാണ് അതെങ്ങനെ എടുത്തെന്ന് പറഞ്ഞപ്പോൾ ഓർത്ത് നോക്കുമ്പോൾ ഇറ്റ് വാസ് ടഫ് ആക്ച്വലി. ക്യാമറ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ടഫ്. എന്ന് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയില്ല. ഞാൻ 5th ജനറേഷൻ്റെ കൂടെയാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഞാൻ തുടങ്ങിയപ്പോൾ വിൻസെന്റ് മാസ്റ്റർ, മാരുതി റാവ് എന്നൊക്കെ. അടുത്ത ജനറേഷൻ കൂടെ റോബർട്ട് രാജശേഖർ എന്ന് പറയുന്നത്, അടുത്ത എൻ്റെ ജനറേഷൻ, അടുത്തത് എൻ്റെ ജൂനിയർ ജനറേഷൻ, അടുത്ത ഇപ്പം 2 യങ് ജനറേഷൻ കൂടെയാണ് വർക്ക് ചെയ്യുന്നത്. 5th ജനറേഷൻ. ഈ ട്രാവലിംഗ് പറയുന്നത് മിച്ചൽ ക്യാമറയിൽ തുടങ്ങി, വയലാട് ബോലക്സിൽ തുടങ്ങി, ആട്ടോ ക്യാൻവസിൽ ക്യാമറ തുടങ്ങി, ഇങ്ങനെ ഓരോ ക്യാമറ ഫിലിമൊക്കെ മാറി മാറി ഡിജിറ്റൽ വന്ന് നിൽക്കുമ്പോൾ ലോട്ട് ഓഫ് ചേഞ്ചസ് ഇൻ ടെക്നോളജി. ഇപ്പോൾ ഒരു 2012 ഈ ടെക്നോളജി മൊത്തം മാറാൻ അല്ലേ, ക്വിക്ക് ചേഞ്ച് വന്നത് 2012 തുടങ്ങുന്നത് ഡിജിറ്റലൈസേഷൻ. എൻ്റെ ഫസ്റ്റ് ഫിലിം ഡിജിറ്റൽ ചെയ്യുന്നത് പട്ടം പോലെയാണ്. അപ്പോൾ അതിനു മുമ്പ് ട്രൈ ചെയ്തിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ പാച്ച് വർക്ക് പോലെ. അപ്പം ഈ ഡിജിറ്റൽ പ്രോസസ്സിൽ വന്ന് ജനങ്ങളുടെ ടേസ്റ്റ് എല്ലാം മാറി നിൽക്കുക. ടോട്ടലി അവർ പഴയ ജനറേഷനിൽ നിന്ന് ഷാർപ്പ് കട്ടാണ്. ഓക്കെ, ഞങ്ങൾ ചെയ്ത് 20 years ബിഫോറും ഇപ്പോൾ ഉള്ള ടെക്നോളജി ഷാർപ്പ് കട്ട്. ബട്ട് ഇപ്പോൾ ഉള്ള ഓഡിയൻസ് ആ പടത്തെ എൻജോയ് ചെയ്യും പറയുമ്പോൾ വി ആർ ലക്കി. അത്രേ പറയാനുള്ളൂ. അതെ, അതേപോലെ തന്നെയാണ് അത്രയും വർഷങ്ങൾക്ക് മുന്നേ ആ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു എ ഹെഡ് ആയിട്ടുള്ള ഒരു പടമാണ് അന്ന് യൂസ് ചെയ്തിരുന്ന ഒരു എന്താ പറയുക അപ്ഡേഷൻസ് വെച്ച് നോക്കുമ്പോൾ ഒബ്വിയസ്ലി ഒരുപാട് മുന്നിൽ പോയിട്ടുള്ള ഒരു പടമാണ്. ഇന്നത്തെ ജനറേഷനിൽ വെച്ച് നോക്കുമ്പം ആ പടത്തിനേക്കാളും അപ്ഡേഷൻസ് ഒത്തിരി വന്നിട്ടും സാർ ഈ പറഞ്ഞ സാധനമാണ് മെയിൻ ആയിട്ടുള്ള ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് എല്ലാ പടത്തിനും കിട്ടുന്നുള്ളൊരു റെക്കഗ്നേഷൻ അല്ല, ഒരു അക്സെപ്റ്റൻസ് അല്ല. സോ അതിനെ പറ്റിയിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് ടെക്നോളജി. ഈ പടം ഒരു ആക്ടേഴ്സ് ഫിലിമാണ്. ആക്ടേഴ്സും ഡയറക്ടർ പടമാണ്. നല്ലൊരു സ്ക്രിപ്റ്റിംഗ് ആണ്, പാക്ഡ് ഹ്യൂമറാണ്. സ്ക്രിപ്റ്റ് ഓൾസോ വളരെ ക്രിസ്പാണ്. ആൻഡ് ഈ ഡയറക്ടർ ഒരു കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്തതാണ് നമ്മളെ എല്ലാവരെയും മുന്നോട്ട് കൊണ്ടുപോയത്. അതാണ് അതിൻ്റെ സക്സസ്. പിന്നെ അതിൻ്റെ ഫുൾ സപ്പോർട്ട് ചെയ്ത ഒരു നെഗറ്റീവായിട്ട് സംസാരിക്കാത്ത ഒരു പ്രൊഡ്യൂസർ കിട്ടിയത്. അത് ഇന്ന് കിട്ടുമോന്ന് എനിക്ക് അറിയില്ല. പല കോൺഫ്ലിക്ട്സ് ഉണ്ട് നമ്മൾ ഇപ്പം പടം തുടങ്ങുമ്പോൾ. അപ്പോൾ ആ കോൺഫ്ലിക്ട്സ് അന്ന് ആ പടത്തിലുണ്ടായില്ല. അങ്ങനെ പല പടങ്ങളിൽ അതുപോലെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് വൺ ഓഫ് ദ ബെസ്റ്റ്. പിന്നെ ഫ്രെയിം വെച്ചിട്ട് നമ്മൾ റെഡി എന്ന് പറയുമ്പോൾ ലൈറ്റ് ഏത് കണ്ടീഷനിൽ ഷൂട്ട് ചെയ്യാൻ ഞാൻ റെഡിയായിരുന്നു. ഇപ്പോൾ ക്ലൗഡ് ആയിപ്പോയി, അത് ആയിപ്പോയി, ഞാൻ പോസ്റ്റ്പോൺ ചെയ്തു ഈ ഒരു പടത്തിന്. പിന്നെ ഐ വാണ്ടഡ് എ ഡിഫറെൻറ്റ് ടോണൽ കളേഴ്സ് വന്നിട്ട് ബാക്കി എല്ലാ എൻ്റെ പടങ്ങളിൽ നിന്ന് വ്യത്യാസം വേണമെന്ന് വെച്ചാൽ ലെൻസിങ് എന്ന് പറയുന്ന സംഭവം വ്യത്യാസം വേണം പറ്റും. ലൈറ്റിംഗ് പാറ്റേൺ, ഈ മൂന്നും ഞാൻ വ്യത്യാസപ്പെടുത്താൻ ആലോചിച്ചപ്പം അതിന് കോപ്പറേറ്റ് ചെയ്ത ഒരു ഡയറക്ടർ, അതിൻ്റെ ഓക്കെ പറയാമെന്നൊരു ഡയറക്ടർ ഉണ്ടായി. അപ്പോൾ അത് നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് ഫസ്റ്റ് ഡേ റഷ് വന്നപ്പം അൻവർ റഷീദ് എന്ന് പറയുന്ന ആളെക്കാട്ടിലും ബാക്കിയുള്ളവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. കൂടെ ഇരിക്കുന്നവർക്ക് അൻവർ ഈ പുതുമയെ ഇഷ്ടപ്പെട്ടു. കൂടെ ഇരിക്കുന്ന അസിസ്റ്റൻസ് അവരുടെ റിയാക്ഷൻ കാണുമ്പോൾ അവരെല്ലാം അപ്സെറ്റ് ആയിരിക്കും. ഇങ്ങനെ പടം, ഇതെന്താ പടം എന്നൊക്കെ. ഇതിൻ്റെ ലെൻസിങ് ഒക്കെ ഭയങ്കര ഡിഫറെൻറ്റാണ്. അത് ഹി നോസ് ബെറ്റർ.
അത് എഡിറ്റിങ്ങിൽ കണ്ട് പുള്ളി അത് ഭയങ്കര എൻജോയ് ചെയ്ത് കാണും. അപ്പോൾ കളർ പാറ്റേണൊക്കെ നമ്മൾ അന്ന് എല്ലാവരും ഈസ്റ്റ്മെന്റ് കൊഡാക് ഫിലിം തന്നെ വേണം നിർബന്ധം പിടിച്ച് സിനിമാറ്റോഗ്രാഫേഴ്സ് ചെയ്യുമ്പോൾ ഞാൻ ഫ്യൂജി മതി എന്ന് പറഞ്ഞു. ഫ്യൂജി അന്ന് ക്വാളിറ്റിയുടെ ഇല്ല, ഐ വാണ്ടഡ് എ ഡിഫറെന്റ് കളർ. പിന്നെ ഇൻഫീരിയർ ഫിലിമായിരുന്നു അന്ന് ഫ്യൂജി. ആ ഫ്യൂജിയെ വെച്ചിട്ട് ഞാൻ ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ മോഹൻലാലിന്റെ ഫിലിം ഫ്യൂജിയിലാണ് ചെയ്യുന്നത്. ഒരു ചോദ്യങ്ങളൊക്കെ വന്ന് ഞാൻ പറഞ്ഞ് ഇത് വന്ന് ചോട്ടാ മുംബൈയിലെ തലയുടെ പടമാണ്, മോഹൻലാൽ സാറിന്റെ പടമല്ല. ഈ തലയ്ക്ക് വേണ്ടി ഈ പടം ചെയ്യുന്നു. അപ്പൊ തലയുടെ ക്യാരക്ടർക്ക് വേണ്ടിയാണ് ഈ പടം പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഫണ്ണിയായിട്ട് എടുത്തു. അപ്പം ഉള്ളിൽ എല്ലാവർക്കും ഈ പടത്തിന്റെ കളർ പാറ്റേണൊക്കെ മോഹൻലാൽ പടം മോശമായി പോകുന്ന ഒരു ടെൻഷൻ എന്നെ ചുറ്റുമുള്ളവർക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ എനിക്ക് ധൈര്യം തന്ന പ്രൊഡ്യൂസറും എനിക്ക് ധൈര്യം തന്ന ഡയറക്ടറും കൊണ്ടിട്ട് ഞാൻ പോയി. അപ്പോൾ ഒരു എഡിറ്റിങ്ങിൽ പോയി ഇദ്ദേഹത്തിന് കഴിച്ച് റഷൊക്കെ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചപ്പം പുള്ളിയുടെ ഫസ്റ്റ് ഫീഡ്ബാക്ക് തന്നെ കിട്ടി. ഭയങ്കര ഇന്ന് പറയുന്ന എന്താ അടിപൊളി എന്ന് പറയുന്നത് അന്ന് കലക്കിന്ന് പറയില്ലേ, അങ്ങനെ ആ 20 വർഷത്തിന് മുമ്പ് വേറെ ഒരു വേർഡാ വേറെ ലെവൽ. ആ ഒരു വാക്ക് അന്ന് പറഞ്ഞു. ഇപ്പൊ വൈബിന് പറയുന്ന പോലെ അത് വേറെ ഒരു വാക്കുണ്ടായിരുന്നു, അത് ജസ്റ്റ് വർക്കൗട്ടാണ്. അത് കിട്ടിയപ്പോ ചേട്ടാ കലക്കിയല്ലോ, എഡിറ്റർ ഹാപ്പിയാണോ എന്ന് പറഞ്ഞു മുന്നോട്ട് പോവാം. ഓക്കെ, സാറിന്റെ വ്യൂ പോയിന്റ് എന്താണ് അതിനെ പറ്റിയിട്ട്? അത്രയും ഒരു 18 വർഷം മുന്നേ ഇറങ്ങിയ ഒരു പടം ഇന്നും ആൾക്കാർ അത്രയും ഹൈപ്പിൽ അക്സെപ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഇത്രയും ടെക്നിക്കലി ഒരുപാട് അപ്ഡേഷൻ വന്നിട്ടും സ്റ്റിൽ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു മേജർ റീസൺ സാർ കണക്കാക്കുന്നതാണ്? ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട്, നിങ്ങൾ എല്ലാവരും അതിന്റെ പാർട്ടാണ്, ബട്ട് സ്റ്റിൽ ആൾക്കാരിലേക്ക് അത് മെയിൻ ആയിട്ട് അതിന്റെ സ്ക്രിപ്റ്റിങ്ങും അതിന്റെ ഒരു ഡയറക്ടറിന്റെ ഒരു വിഷനുമാണ്. ആ ടൈമിൽ അത് ഭയങ്കര കുറച്ചുകൂടെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് പുള്ളി ചിന്തിച്ചു. അന്ന് ഒരു സ്ഥിരം ഒരു ഹ്യൂമർ പാറ്റേൺ അല്ല പടത്തിന്റെ. അത് ചിലപ്പം ഇപ്പോഴാണെങ്കിൽ പോലും ചിലപ്പോൾ അങ്ങനെ ഒരു ഇത്രയും ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് അതൊരു ഇങ്ങനെ ഒരു സബ്ജക്ട് കൺവിൻസ് ചെയ്യാന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അപ്പൊ ആ ഒരു സ്ക്രിപ്റ്റിംഗ് പാറ്റേൺ ഇപ്പം ബെന്നിച്ചേട്ടനാണെങ്കിലും അതുപോലെ തന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ട രാഹുലിന്റെ മ്യൂസിക് അത് ഫസ്റ്റ് നമ്മൾ കേൾക്കുമ്പോൾ ചെട്ടിക്കുളങ്ങര തന്നെ ആക്ച്വലി നമുക്ക് ഫുൾ കുറച്ചുകൂടി ലെങ്ത് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആക്ച്വലി എഡിറ്റില് ആലോചിച്ചിട്ടുണ്ട്. കാരണം ഇതിൽ വേറെ ഒരാൾ കോൺട്രിബ്യൂട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് സിനിമാറ്റോഗ്രാഫിക്ക് വേണ്ടി. ഈ സിനിമാറ്റോഗ്രാഫി മൊത്തം പടത്തിന് വേണ്ടി സുനിൽ എന്ന് പറയുന്ന ഒരു ആർട്ട് ഡയറക്ടർ, ഇന്ന് വളരെ ഫേമസ് ആർട്ട് ഡയറക്ടറാണ്. അപ്പം അദ്ദേഹം ഒരുപാട് ഒരു പുതു കളറിങ് കൊണ്ടുവരാനുണ്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്തപ്പോ ഒക്കെ അതിനുവേണ്ടി ഒരുപാട് സഹായിച്ച ഒരാളാണ് അല്ലേ. അത് രാഹുലിന്റെ ഒരു വലിയൊരു കോൺട്രിബ്യൂഷൻ ആണ്. രാഹുലിന്റെ എന്താ പറയുക വിഷ്വലിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള സോങ്സ് ആണെങ്കിലും ഇപ്പം വാസ്കോഡഗാമയാണ് ഇപ്പം ഏറ്റവും കൂടുതൽ എനിക്ക് റീൽസിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ളത്. അത് അന്നും ഇന്നും ആ സോങ്ങിന് ഒരു ഫ്രഷ്നെസ് ഉണ്ട്. അതിന്റെ ഒരു സൗണ്ടിങ് ആണെങ്കിലും അതിന്റെ മെയിനായിട്ട് അതിൽ എഡിറ്റിംഗ് ആണ്. ഐ ക്യാൻ സേ ദ എഡിറ്റിംഗ് ഇസ് മ്യൂസിക് ആൻഡ് എഡിറ്റിംഗ് ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു പടമാണ്. അതാണ് ഓഡിയൻസ് ഇപ്പവും അതിന്റെ ഒരു പാറ്റേൺ ഇഷ്ടപ്പെടുന്ന ഫ്രഷ്നെസ് എന്ന് പറയുന്ന വാട്ട് ഈ സെഡ് ഇസ് കറക്റ്റ്. അതിന്റെ ക്ലൈമാക്സ് ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? കാരണം അതിന്റെ ഔട്ടിനെ പറ്റിയിട്ട് സ്റ്റിൽ കമന്റ്സിലൊക്കെ ഒത്തിരി രീതിയിൽ ആൾക്കാർ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ളവർ ഒത്തിരി അവരുടെ രീതിയിലുള്ള ഒരു വ്യൂ പോയിന്റ് പറയാറുണ്ട്. അപ്പൊ അത് നിങ്ങൾ കാണാറുണ്ടോ കമന്റ്സ് ഒക്കെ നിങ്ങളുടെ വർക്കിനെ പറ്റിയിട്ടൊക്കെ പറയുന്നതൊക്കെ? ഇതൊക്കെ ആൾക്കാർ പറയും അന്ധകാലത്തിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നുള്ള രീതിയിലുള്ള കമന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ ആ സമയത്ത് ഇങ്ങനെ ഒരു പടം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൈൻഡ് എന്തായിരിക്കും എന്നുള്ള രീതിയിലൊക്കെ പറയുന്ന കമന്റ്സ് കാണാറുണ്ടോ സാറിനെ പറ്റിയിട്ടുള്ള? ഞാൻ സാറിന് വേണ്ടിയിട്ട് ഒരു കമന്റ് ഞാൻ ഇങ്ങനെ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആക്ച്വലി യൂട്യൂബിൽ നിന്ന്. എനിക്ക് അത് ഒരെണ്ണം മാത്രമേ ലാസ്റ്റ്ലി ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ വേണമെങ്കിൽ സാറിൻ്റെ ആ ഒരു കമൻറ്റ് ഞാൻ വായിച്ച് കേൾപ്പിച്ചു തരാം. അന്നത്തെ കാലത്ത് സ്ഥിരം ശൈലി വിട്ട് എഡിറ്റിംഗ് വിപ്ലവം കൊണ്ടുവന്ന മുതൽ എന്നാണ് സാറിന് കണ്ടിട്ടുണ്ടോ ഈ കമന്റ്? ഇല്ല, ഇങ്ങനെ ഒരു കമന്റ് ഉണ്ടായിരുന്നു സാറിനെ പറ്റിയിട്ട്. അപ്പൊ ആ ഒരു എഡിറ്റിംഗ്, ആ ഒരു ക്ലൈമാക്സ് എഡിറ്റിംഗ് എങ്ങനെയായിരുന്നു? വാക്കിൽ തന്നെ അന്നും പറഞ്ഞു കമന്റ്സ് ഉണ്ടായിരുന്നു, പക്ഷെ പത്രങ്ങളിലുണ്ടായിരുന്നു. അന്ന് സോഷ്യൽ മീഡിയയിൽ ഇല്ലല്ലോ. പത്രങ്ങളിൽ ഇത് എഡിറ്റിംഗെ പറ്റി നല്ല ഹൈലൈറ്റ് ചെയ്ത ഒരു പടമാണ്. ഓക്കെ, കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്. അല്ലെങ്കിൽ ഈ പറഞ്ഞ സാർ പറഞ്ഞ ക്ലൈമാക്സിന്റെ ഇപ്പൊ സാധാരണ ഏറ്റവും കൂടുതൽ ടൈം എടുത്ത് ഞങ്ങൾ എഡിറ്റിന് ഒരുപാട് ഫുട്ടേജ് ഉണ്ടായിരുന്നു സാർ ഷൂട്ട് ചെയ്ത് തന്നെ. കാരണം ഇത്രയും ക്രൗഡ് ഉണ്ട്, ഇത്രയും എന്താ പറയുന്ന സീക്വൻസുകൾ ഇതിനകത്ത് തന്നെ ഒരു പാരലായിട്ട് തന്നെ കുറെ നരേഷൻസ് കഥകൾ പോകുന്നുണ്ടല്ലോ. ഇപ്പം മണിച്ചേട്ടൻ്റെ അത് പോകുന്നുണ്ട്, ഒരു സൈഡിൽ ഹ്യൂമർ ട്രാക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം കൂടെ ക്ലബ് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സായിരുന്നു. അപ്പോൾ അത് ക്ലൈമാക്സ് ആയിരുന്നു ഏറ്റവും കൂടുതൽ. പിന്നെ നമ്മുടെ ടൈം ലെങ്തും നോക്കണം. അതൊരു വലിയൊരു ചലഞ്ചിങ് ആയിരുന്നു ആക്ച്വലി അതിന്റെ ക്ലൈമാക്സ്. സ്പോട്ട് എഡിറ്റിംഗ് ഇല്ലല്ലോ, അന്ന് സ്പോട്ട് ചെയ്തില്ല, നമ്മൾ തന്നെ ചെയ്തില്ല, സ്പോട്ട് ചെയ്തില്ല.